തൊഴിലാളികളുടെ മുടിഞ്ഞ വിശപ്പത എത്ര എണ്ണ ബോധം കെട്ട് വീണെന്നറിയാവോ? ഈ ഫാക്ടറി അടച്ചു പൂട്ടിക്കണം. ആ സൂക്ഷിച്ച് അങ്ങോട്ട് വേഗം കിട്ടും. ഇന്നലെ കയറി വന്ന ആ ചെറുക്കൻ ഫാക്ടറിയിൽ നാളായിരിക്കുകയാണ്. മാനേജ്മെന്റ് അവന്റെ യൂണിയനെ അംഗീകരിച്ചു. ITU അടക്കമുള്ള സംഘടനകൾ ഇന്നവനെ സപ്പോർട്ട് ചെയ്യുന്നു. തൊഴിലാളികൾക്കിടയിൽ ദേവൻ ഇപ്പോ ഒരു ദൈവമാണ്. മുളയിലേ നുള്ളിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അവൻ മരമായി വളർന്നില്ലേ? ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടും അവനെ വെറുതെ വിട്ടതാണ് ഇതിനൊക്കെ കാരണം. മോഷണ കുറ്റത്തിനാണെങ്കിലും പോലീസുകാരന്റെ 2 തല്ലുകൊണ്ടാൽ ഇവിടെ ഏതവന് നേതാവാകാം. ഈ അച്ഛൻ കാരണം എന്നെ ആരും തല്ലുന്നുമില്ല, അതാ കുഴപ്പം. ഉണ്ണി മിണ്ടാതിരിക്കൂ. കൃഷ്ണകുമാറും മകനും എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ മറ്റൊരു ശക്തിയെ വളർത്തുകയാണെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ അവർക്ക് കൂട്ടു നിൽക്കുകയാണോ? സാർ തെറ്റിദ്ധരിക്കരുത്. സാർ, താൻ എവിടെ ആയിരുന്നല്ലോ? ഒരിടത്തും വിളിച്ചാൽ കിട്ടില്ലല്ലോ. സാർ, ഞാൻ ഫാക്ടറി വരെ പോയതായിരുന്നു. അവിടുന്ന് പുറത്തേക്ക് വിട്ട പോയിസൺ ഗ്യാസ് ഉണ്ടാണെന്ന് തോന്നുന്നു. അടുത്തുള്ള ചിലർക്കൊക്കെ പെട്ടെന്ന് അസുഖം ബാധിച്ചെന്ന് കേട്ടു. അതൊക്കെ ഞങ്ങളും കേട്ടിട്ടുണ്ട്. വേറെ താൻ അവിടെ കാണിച്ച ചില നാരിത്തരങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അന്ന് ആ പ്രകടനക്കാരെ തടയുന്നതിന് പകരം അവരുടെ നേതാവിന്റെ തല്ലു വാങ്ങിയില്ലേ താൻ? പിന്നെയും പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു നടക്കാൻ നാണമല്ലോടോ എനിക്ക്. സാർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അതിങ്ങനെ ചിലരെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യിക്കാനാണെന്ന് അറിഞ്ഞില്ല. അവർ ചോദിക്കുന്നത് ശരിയല്ലേ? ചുണയില്ലാത്ത തന്നെ പോലെയുള്ളവർ ഈ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു നാണക്കേടാണ്. സാറ് പറഞ്ഞ വളരെ ശരിയാണ്. കണ്ടവന്റെ തല്ലു വാങ്ങി താൻ ഈ യൂണിഫോമിന് ഇൻസൾട്ട് ചെയ്യല്ലേ ചെയ്ത്? അതിലും വലിയ ഇൻസൾട്ട് ആണ് സാർ അതേ യൂണിഫോമിൽ നിൽക്കുന്ന എന്നെ സാറിന് മുമ്പിൽ വെച്ച് കണ്ടവനെ കൊണ്ട് ഇങ്ങനെ തെറി വിളിപ്പിക്കുന്നത്. താൻ എന്താണോ പറഞ്ഞത്? മനസ്സിലായില്ലേ? നല്ല ഉശിരുള്ള ആണുങ്ങളെ വേണം പോലീസ് വേഷം കിട്ടിക്കാൻ, അല്ലാതെ ഇത്ര അലവലാദികളെ അല്ല. യു റാസ്കൽ! എടോ, എന്റെ വീട്ടിൽ വന്ന ഗസ്റ്റുകളെ താൻ കയ്യേറ്റം ചെയ്യുന്നു. അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അറിയാമോ? തന്റെ തലയിലിരിക്കുന്ന തൊപ്പി ഞാൻ തെറിപ്പിക്കും. തലതെറിപ്പിക്കില്ലല്ലോ. ഈ തൊപ്പി പോയാലും അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. സാറിനെ പോലെയുള്ള ഒരു 7ാം മൂളി ഈ ജോലി ചെയ്യുന്നതിനേക്കാളും ഭേദം അതാണ്. എങ്കിൽ തന്റെ ഗതി അത് തന്നെയാവും. നിൽക്കൂ. വിഷബാധ ഏറ്റ സ്ഥലത്ത് പോയിരുന്നല്ലേ പറഞ്ഞത്? അവിടുത്തെ വായുവിലും ജലത്തിലും എത്ര കണ്ട് അന്വേഷിക്കണോ? ശരിയാ. ഇപ്പൊ അവിടെ എന്റെ സന്ദർശനം അനിവാര്യമാണ്. ഇനി ഇവിടുന്ന് ആരെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാണ്ടോ? മൂപ്പർക്ക് പൊളിച്ചൊരു ശ്വാസം മുട്ടലുണ്ടായിനി. ഇപ്പൊ മാറിയെന്ന് പറയണത്. അവിടെ ഉള്ളവര് 2 കുട്ടികളായിരുന്നു. അവരെ തോണിക്ക് അക്കരയ്ക്ക് അയച്ചു. എന്താ ഉണ്ണിത്താനിവിടെ? അല്ല, ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അതിന് പാതിര പോലും ഞങ്ങളെ കൂടെ ഉണ്ട്. എന്നാൽ ഒരു യൂണിയൻ ലീഡർ എന്ന നിലയിൽ എന്ത് ലീഡർ? അച്ഛൻ പണ്ട് പാപ്പാനായിരുന്നു വിചാരിച്ച് മോന്റെ അന്തിമിൽ തയമ്പുണ്ടോ? പോയിക്കോളും, ഇവിടെ ആരുമില്ല, എല്ലാവരും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്.